നമസ്കാരം. കഴിഞ്ഞ 3 വർഷത്തിനിടെ കേരളത്തിൽ നിന്ന് വായ്പാ ആപ്പ് സംഘം തട്ടിയത് 70 കോടി രൂപയാണ്. ഒരിടമില്ലാതെ, ബാങ്കിംഗ് നൂലാമാലകളില്ലാതെ ഒരൊറ്റ ക്ലിക്കിൽ പണം അക്കൗണ്ടിലെത്തിക്കുന്ന വായ്പാ ആപ്പുകൾ. വമ്പൻ പലിശ, തിരിച്ചടവ് തെറ്റിയാൽ ഇടതടവില്ലാതെ ഭീഷണി, മോർഫ് ചെയ്ത നഗ്നചിത്രങ്ങൾ പ്രചരിപ്പിക്കൽ, മോഹവലയിൽപ്പെട്ട് ഒടുവിൽ ജീവിതം അവസാനിപ്പിക്കുന്നവർ. പലർക്കും ഇത്തരത്തിലുള്ള വായ്പാ ആപ്പുകൾ ആശ്വാസമാകുന്നുണ്ടാകും. എന്നാൽ മറ്റു പലർക്കും ഇതൊരു മരണക്കെണി തന്നെയാണ്. എന്തായാലും അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജിലെ വിദ്യാർത്ഥി നിതിൻ രാജിന്റെ ആത്മഹത്യയ്ക്ക് കാരണക്കാരായ ഇൻസ്റ്റന്റ് ഫണ്ട്സ് എന്ന മരണ കമ്പനിയുടെ തലപ്പത്തുള്ളവരെ കേരള പോലീസ് അങ്ങനെ കീഴടക്കിയിരിക്കുന്നു. നിതിൻ രാജിനെ ഭയപ്പെടുത്തി പണം തിരിച്ചടയ്ക്കാൻ പ്രേരിപ്പിച്ചുവെന്നും മാനസികമായി പീഡിപ്പിച്ചു എന്നാണ് FIR. ലോൺ ആപ്പ് അധികൃതരിൽ നിന്നുള്ള മാനസിക സമ്മർദ്ദത്തിന് പുറമെ അധ്യാപകരിൽ നിന്നും സഹപാഠികളിൽ നിന്നും നിതിന് കടുത്ത ഒറ്റപ്പെടുത്തൽ ഉണ്ടായെന്നും അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു. എന്തായാലും പാവപ്പെട്ടവന്റെ ചോരയൂറ്റുന്ന ഉത്തരേന്ത്യൻ ലോൺ ആപ്പ് മാഫിയയുടെ നെഞ്ചിലേക്ക് കണ്ണൂർ പോലീസിന്റെ ഇടുത്തി വീഴുകയായിരുന്നു. ഒരൊറ്റ SMS നൽകിയ തുമ്പിലൂടെ നോയിഡയിലെ അധോലോക സാമ്രാജ്യത്വത്തിലേക്ക് ഇരച്ചുകയറിയ കണ്ണൂർ സൈബർ പോലീസ് അക്ഷരാർത്ഥത്തിൽ കണ്ണൂർ സ്ക്വാഡ് സിനിമയെ വെല്ലുന്ന പ്രകടനമായിരുന്നു കാഴ്ചവെച്ചത്. നിതിൻ രാജിന്റെ ഫോണിലേക്ക് വന്ന ആ ഭീഷണി സന്ദേശത്തിന്റെ വേരുകൾ തിരഞ്ഞുള്ള യാത്ര ചെന്ന് അവസാനിച്ചത് നോയിഡയിലെ ഒരു രഹസ്യ സങ്കേതത്തിലാണ്. കേരളത്തിന് പുറത്തു ചെന്ന് പ്രതികളെ പിടികൂടുന്നതിൽ വിരുദ്ധന്മാരായ കണ്ണൂർ സംഘത്തിന് ഇത്തവണയും പിഴച്ചില്ല. SI SV മിഥുനും സംഘവും നോയിഡയിലെത്തിയപ്പോൾ കണ്ടത് ഒരു സാധാരണ കെട്ടിടമായിരുന്നു. പുറത്ത് സ്ഥാപനത്തിന്റെ പേരോ ബോർഡോ ഇല്ല. ഒടുവിൽ ജോലിക്കാരെ ആവശ്യമുണ്ടെന്ന വ്യാജേനെ പോലീസ് വിരിച്ച വലയിൽ ലോൺ മാഫിയയുടെ തലവന്മാർ കുടുങ്ങി. 40ഓളം പേർ ഒരേ സമയം ജോലി ചെയ്യുന്ന അത്യാധുനിക IT പാർക്കിനെ വെല്ലുന്ന സൗകര്യങ്ങളുള്ള ഓഫീസാണ് പോലീസിനെ ഞെട്ടിച്ചത്. 40 സിമ്മുകൾ ഒരേ സമയം പ്രവർത്തിപ്പിക്കാവുന്ന നൂതന സിം ബോക്സുകളും അത്യാധുനിക സോഫ്റ്റ്വെയറുകളും ഉപയോഗിച്ചായിരുന്നു ഇവരുടെ കൊള്ള. വായ്പയെടുത്തവർ ഭീഷണി കോളുകൾ ബ്ലോക്ക് ചെയ്താലും സെക്കൻഡുകൾക്കുള്ളിൽ അടുത്ത നമ്പറിൽ നിന്ന് വിളിയെത്തും. ഇരകളെ മാനസികമായി തകർത്ത് ആത്മഹത്യയുടെ വക്കിലെത്തിക്കുന്ന ഈ ക്രൂര വിനോദത്തിന് കണ്ണൂർ പോലീസ് അന്ത്യം കുറിച്ചു. പ്രതികളെ പിടികൂടി സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്നതിനിടെ സ്ഥാപന ഉടമ മനോജ് തിവാരിയുടെ ഗുണ്ടകൾ പോലീസ് സംഘത്തെ വളഞ്ഞു. ഭീഷണിയും കയ്യാങ്കളിയുമായി നോയിഡയിലെ തെരുവുകളിൽ നാടകീയ രംഗങ്ങൾ അരങ്ങേറി. എന്നാൽ നോയിഡ കമ്മീഷണറുടെ സഹായത്തോടെ പ്രതികളെ അതീവ സുരക്ഷയിൽ പോലീസ് സ്റ്റേഷനിലെത്തിക്കാൻ കണ്ണൂർ സംഘത്തിന് കഴിഞ്ഞു. വെല്ലുവിളികളുമെല്ലാം മറികടന്നുള്ള ഈ നീക്കം കേരള പോലീസിന്റെ ചരിത്രത്തിലെ ഉജ്ജ്വല വിജയമായി മാറി. കൊള്ളപ്പലിശയുടെ കാര്യത്തിലും ഇവർക്ക് യാതൊരു ദയയുമില്ലായിരുന്നു. 15,000 രൂപ വായ്പ ചോദിക്കുന്നവന്റെ കയ്യിൽ കിട്ടുന്നത് 10,500 രൂപ മാത്രം. ബാക്കി തുക പല ഇനങ്ങളിലായി ഇവർ തുടക്കത്തിലെ തട്ടും. 36% പലിശ നിരക്ക്. തിരിച്ചടവ് ഒരു ദിവസം വൈകിയാൽ 450 രൂപ പിഴയും ഈടാക്കും. 38,000ഓളം പേർ ഇപ്പോൾ ഈ മാഫിയയുടെ വലയിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ടെന്നാണ് ഞെട്ടിക്കുന്ന വിവരം. ഇവരുടെ ഓരോ ചലനവും പോലീസ് നിരീക്ഷിച്ചു വരികയാണ്. സൈബർ ചതിക്കുഴികളിൽ വീഴുന്ന മലയാളി യുവാക്കൾക്കുള്ള ഒരു മുന്നറിയിപ്പ് കൂടിയാണ് ഈ കേസ്. നിസ്സാര ലാഭത്തിനായി ഓൺലൈൻ ആപ്പുകളെ ആശ്രയിക്കുന്നവർ ചെന്നുപെടുന്നത് മരണക്കെണിയിലാണെന്ന് നിതിന്റെ ജീവിതം ഓർമ്മിപ്പിക്കുന്നുണ്ട്. അതേസമയം വടക്കേ ഇന്ത്യയിലെ സുരക്ഷിത താവളങ്ങളിൽ ഇരുന്ന് കേരളത്തിന്റെ വീടുകളിൽ കലാപമുണ്ടാക്കുന്ന ഈ സംഘങ്ങളെ തുരത്താൻ ഇനിയും ഇത്തരത്തിൽ സ്ക്വാഡുകൾ ഇറങ്ങേണ്ടതുണ്ട്. കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ P. നിതിൻ രാജിന്റെ നേരിട്ടുള്ള മേൽനോട്ടത്തിലായിരുന്നു ഈ ഓപ്പറേഷൻ. അന്വേഷണത്തിന്റെ ആദ്യഘട്ടം മുതൽ പ്രതികളെ കസ്റ്റഡിയിൽ എടുക്കുന്നതുവരെ കൃത്യമായ പ്ലാനിങ്ങിലൂടെയാണ് പോലീസ് നീങ്ങിയത്. നോയിഡ പോലീസുമായി നടത്തിയ ചർച്ചകളും നയതന്ത്രപരമായ ഇടപെടലുകളും അന്വേഷണത്തിന് വേഗത കൂട്ടി. കേരളം വിട്ട് പുറത്തുപോയി പ്രതികളെ പിടികൂടുന്നതിൽ കണ്ണൂർ പോലീസ് പുലർത്തുന്ന മികവ് സോഷ്യൽ മീഡിയയിലും വലിയ അഭിനന്ദനങ്ങൾക്ക് കാരണമായിട്ടുണ്ട്. ലോൺ ആപ്പ് മാഫിയയുടെ സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ചും CBI ഉൾപ്പെടെയുള്ള കേന്ദ്ര ഏജൻസികൾ അന്വേഷണം നടത്തണമെന്ന ആവശ്യം ഉയരുന്നുണ്ട്. അതേസമയം പാവപ്പെട്ടവന്റെ ദാരിദ്ര്യത്തെ ചൂഷണം ചെയ്ത് ചോരയൂറ്റുന്ന ഓൺലൈൻ ലോൺ ആപ്പ് മാഫിയയുടെ ക്രൂരതയിൽ കേരളത്തിൽ ഒരു യുവാവിനെ കൂടി കാണാതായിട്ടുണ്ട്.
വടകര ആയഞ്ചേരി സ്വദേശിയായ വിഷ്ണു പ്രകാശിനെയാണ് വായ്പാ സംഘത്തിന്റെ ഭീഷണിയെ തുടർന്നുണ്ടായ മാനസിക സമ്മർദ്ദത്തിൽ കഴിഞ്ഞ 6 ദിവസമായി കാണാതായത്. ഉത്തരേന്ത്യൻ കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ലോൺ ആപ്പ് കൊള്ളക്കാരെ തുരുത്താൻ കണ്ണൂർ പോലീസ് നടത്തിയ മാതൃകാപരമായ നീക്കം വടകരയിലും ആവർത്തിക്കണമെന്നും ഈ നാടിന്റെ ശാപമായ ഇത്തരം ക്രിമിനലുകളെ ജയിലിൽ അടയ്ക്കണമെന്നുള്ള പ്രതിഷേധവും ശക്തമാവുകയാണ്.